നമസ്കാരം. ഒരു ഉളുപ്പുണ്ടോ ഈ പറയുന്ന പ്രവാസികളായ കുറച്ച് ആൾക്കാർ? കഴിഞ്ഞാൽ ഇന്നലത്തെ ന്യൂസിനകത്ത് കണ്ടോ, 270 കോടി രൂപയോളം പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അൽഹലി ബാങ്കുകാർ പറഞ്ഞിരിക്കുകയാണ്. കുവൈറ്റുള്ള ബാങ്കുകാർ പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. എന്തൊരു നാണക്കേടാണെന്ന് നോക്കി. അതും ന്യൂസിനകത്ത് അവരുടെ വീട്ടുകാരുടെ പേരും വീട്ടുപേരും സ്ഥലപ്പേരും എല്ലാം കൂടെ മെൻഷൻ ചെയ്ത്, ഇതിന് മുമ്പ് ഗൾഫ് ബാങ്കിൽ നിന്നൊക്കെ പറ്റിച്ചിട്ട് പോയ ആൾക്കാരുടെ ഡീറ്റെയിലൊന്നും അങ്ങനെ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അതിനെതിരായിട്ട് ആൾക്കാരുടെ പേരും അവരുടെ വീട്ടുകാരുടെ പേരും വീട്ടുപേരും എല്ലാം കൂടെ പറ്റിച്ചു പോയി, പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഓക്കെ ശരിയാണ്, ചില ആൾക്കാർ ലോൺ എടുത്ത് നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി, ജോലി നഷ്ടപ്പെട്ടു പോയി, അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ പോയ പല ആൾക്കാരുണ്ട്. എന്നാൽ ഈ പറയുന്ന ആരും തന്നെ ഇന്ത്യയിലില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാവരും ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചില ആൾക്കാർ കാണിക്കുന്നത്, ഈ കുറച്ച് പ്രവാസികൾ കാണിച്ച വൃത്തികേട് കാരണം മറ്റുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ കുവൈറ്റിലാണുള്ളത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാനൊരിക്കൽ ലോൺ ബാങ്കിൽ നിന്ന് എടുത്തു. ഞാൻ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ലോൺ എടുക്കുന്നതിൻ്റെ ആവശ്യം? ഞാൻ പറഞ്ഞു, മേഡം ഇതുപോലെ ഇങ്ങനെ എനിക്ക് ഇച്ചിരി വസ്തു മേടിക്കാനുണ്ട്, അതിനുവേണ്ടി ലോൺ എടുക്കുകയാണ്. എത്ര രൂപ വേണം? ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ സാധാരണ പ്രൈവറ്റ് ജോലി ചെയ്യുന്നൊരു വ്യക്തിയുടെ 20 ഇരട്ടി, ശമ്പളത്തിന് 20 ഇരട്ടി അവർ ലോണായിട്ട് തരും. എൻ്റെ നിന്ന് ആവശ്യമായിട്ട് മേടിച്ചത് സാലറി സർട്ടിഫിക്കറ്റ് മേടിച്ചു, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി മേടിച്ചു, സിവിൽ ID കോപ്പി മേടിച്ചു, നാട്ടിലെ ആധാർ കാർഡ് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു, നാട്ടിലൊരു കോൺടാക്റ്റ് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും കൊടുത്തു. ഞാൻ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഞാൻ തിങ്കളാഴ്ച ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. വ്യാഴാഴ്ച രാവിലെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റായി. 5 വർഷം കൊണ്ട് എനിക്ക് അടച്ചു തീർത്താൽ മതി. എന്നാൽ ഇതേ സ്ഥലത്ത് ഒരു മിനിസ്ട്രി സ്റ്റാഫാണെങ്കിൽ ശമ്പളത്തിൻ്റെ 40 ഇരട്ടി കിട്ടും. പ്രൈവറ്റിലൊരു വ്യക്തിക്ക് 20 ഇരട്ടിയാണെങ്കിൽ മിനിസ്ട്രി സ്റ്റാഫിന് 40 ഇരട്ടി ഏകദേശം കിട്ടും. അത് പിന്നെ ഓരോ ബാങ്കിനെ അനുസരിച്ചിരിക്കും. ആ എമൗണ്ട് നമുക്ക് 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ അടച്ചു തീർത്താൽ മതി. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഒരു എമൗണ്ട് വളരെ, അതായത് ചുമ്മാ ചെന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യുക, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ അവർ വാല്യുവേറ്റ് ചെയ്തിട്ട് നമുക്ക് 3-4 ദിവസത്തെ പൈസ ക്രെഡിറ്റ് ആവും. എന്നാൽ ഇപ്പം ഞാൻ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ബാങ്കിൽ ചെന്ന് ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പം അവർ പറയുന്നത്, ഇങ്ങോട്ട് ആരും വരുവേ വേണ്ട, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരുവേ വേണ്ട, നിങ്ങൾക്ക് ലോണില്ല. മിനിസ്ട്രി സ്റ്റാഫാണോ, നിങ്ങൾക്ക് ലോണില്ല. കാര്യം എന്താ? ഇങ്ങനെ കുറേ ആൾക്കാർ പറ്റിച്ചിട്ട് പോയിരിക്കുകയാണ്. അർഹതപ്പെട്ടവന് പോലും ലോൺ കിട്ടാത്തൊരവസ്ഥയാണ്.